കൊച്ചിയിൽ വനിതാ ഡോക്ടർ പ്രതിയായ ടേക്ക് ഓഫ് തട്ടിപ്പിൽ തട്ടിയെടുത്ത പണം ലഹരി ഇടപാടുകൾക്കായി ഉപയോഗപ്പെടുത്തിയെന്ന വിവരം. ടേക്ക് ഓഫ് തട്ടിപ്പ് ലാൻഡ് ചെയ്തത് ലഹരിയിൽ. കാർത്തിക പ്രദീപിന്റെ ലഹരി ബന്ധത്തിൽ സെൻട്രൽ പോലീസ് അന്വേഷണം തുടരുന്നുണ്ട്. ടേക്ക് ഓഫ് സ്ഥാപനത്തിനെതിരെ സംസ്ഥാനത്തെ പോലീസ് സ്റ്റേഷനുകളിലായി 30-ലധികം പരാതികളാണ് ലഭിച്ചത്. തട്ടിപ്പിൽ കാർത്തികയുടെ ഭർത്താവിനും പങ്കുണ്ടെന്നാണ് സംശയം. എസ് ശരണിനുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. എസ് ശരൺ, ടേക്ക് ഓഫ് തട്ടിപ്പ് ലാൻഡ് ചെയ്തിരിക്കുന്നത് ലഹരിക്കടത്തിലും ലഹരി കച്ചവടത്തിലും ഒക്കെയാണോ എസ് ശരൺ? അങ്ങനെയാണെങ്കിൽ അത് കൂടുതൽ ഗൗരവമേറുകയാണല്ലോ. അരുൺകുമാർ, തീർച്ചയായിട്ടും ആ ടേക്ക് ഓഫ് തട്ടിപ്പ് ലാൻഡ് ചെയ്തിരിക്കുന്നത് അത്തരത്തിൽ ലഹരി ഇടപാടുകൾ സംശയമാണ് ഇപ്പോൾ ബലപ്പെടുന്നത്. കഴിഞ്ഞ ദിവസമാണ് ഇത് സംബന്ധിച്ചുള്ള വളരെ പ്രധാനപ്പെട്ട വിവരം ആ പരാതിക്കാരിൽ നിന്ന് പോലീസിന് ലഭിച്ചത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ കാർത്തിക പ്രദീപിൻ്റെ ലഹരി ബന്ധത്തെക്കുറിച്ചുള്ള അന്വേഷണം സെൻട്രൽ പോലീസ് ഊർജിതമാക്കിയിരിക്കുന്നത്. പ്രധാനമായും പരാതിക്കാർ ചൂണ്ടിക്കാട്ടുന്നത് നേരത്തെ NDPS കേസിലെ പ്രതികളടക്കം തന്നെ വിളിച്ച് ആ ഭീഷണിപ്പെടുത്തുന്ന സാഹചര്യം ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ ആ നിലയിലുള്ള അന്വേഷണമാണ് ഇപ്പോൾ സെൻട്രൽ പോലീസിന്റെ ഭാഗത്തു നിന്ന് തുടരുന്നത്. ഈ കഴിഞ്ഞ ദിവസം 7 കേസുകളാണ് കാർത്തിക പ്രദീപിന്റെ പേരിൽ സെൻട്രൽ പോലീസ് സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്തിരുന്നത്. അങ്ങനെയാണ് അവരെ കോഴിക്കോട് നിന്ന് കസ്റ്റഡിയിലെടുക്കുകയും അറസ്റ്റ് രേഖപ്പെടുത്തുകയും ചെയ്തിരുന്നത്. എന്തായാലും റിമാൻഡിൽ പോയ കാർത്തിക പ്രദീപിനായുള്ള കസ്റ്റഡി അപേക്ഷ ഉടൻ തന്നെ സമർപ്പിക്കുമെന്നുള്ളതാണ് പോലീസ് പറയുന്നത്. അങ്ങനെ കസ്റ്റഡിയിൽ വാങ്ങിയ ശേഷമായിരിക്കും ഇവരുടെ ലഹരി ബന്ധം സംബന്ധിച്ച് കൂടുതൽ അന്വേഷണം നടത്തുക എന്നുള്ളത് കൂടിയാണ് പോലീസ് പറയുന്നത്. ഇതോടൊപ്പം തന്നെ ഈ തട്ടിപ്പിന്റെ വ്യാപ്തി ഓരോ ദിവസം കഴിയും തോറും വർദ്ധിക്കുകയാണെന്നുള്ളത് കൂടി ഇതിന് ഒപ്പം തന്നെ കാണേണ്ടതുണ്ട്. അതായത് ഈ ടേക്ക് ഓഫ് എന്ന സ്ഥാപനത്തിന്റെ പേരിലുള്ള തട്ടിപ്പ് അത് 30-ലധികം പരാതികളാണ് സംസ്ഥാനത്തെ വിവിധ പോലീസ് സ്റ്റേഷനുകളിലായിട്ട് എത്തിയിരിക്കുന്നത്. ഇതിൽ സെൻട്രൽ പോലീസ് സ്റ്റേഷനിൽ മാത്രം 7 കേസുകൾ രജിസ്റ്റർ ചെയ്തിരുന്നു. ഇവരെ കസ്റ്റഡിയിലെടുത്ത് അറസ്റ്റ് രേഖപ്പെടുത്തിയതിന് പിന്നാലെ കൂടുതൽ പരാതികൾ സെൻട്രൽ സ്റ്റേഷനിലേക്ക് വന്നിരുന്നു. ഇതിന് പുറമെയാണ് തിരുവനന്തപുരത്തും കൊല്ലത്തും അടക്കം വിവിധ ജില്ലകളിലായി ഇത്തരത്തിൽ 30-ലധികം പരാതികൾ കൂടി വരികയും ചെയ്തിരിക്കുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട സംശയം പോലീസിനുള്ളത് ഇവരുടെ ഭർത്താവിനും ഈ തട്ടിപ്പിൽ പങ്കുണ്ടെന്നുള്ളതാണ്. നേരത്തെ ഇവരെ വീട്ടിൽ നിന്ന്, അതായത് വാടക വീട്ടിൽ നിന്നാണ്, കോഴിക്കോടുള്ള വാടക വീട്ടിൽ നിന്നാണ് കസ്റ്റഡിയിലെടുത്തിരുന്നത്. അങ്ങനെ കസ്റ്റഡിയിലെടുക്കുന്ന സമയത്ത് ഈ ഭർത്താവിനായുള്ള അന്വേഷണവും പോലീസ് നടത്തിയിരുന്നതാണ്. പക്ഷേ ഭർത്താവിനെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. ഇപ്പോൾ പറയുന്നത് ഈ ഭർത്താവിനും ഈ തട്ടിപ്പിൽ കൃത്യമായ പങ്കുണ്ടെന്നുള്ള സംശയമുണ്ടെന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് കൂടിയാണ് ഭർത്താവിനെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യാനുള്ള ഒരു നീക്കം കൂടി ഇപ്പോൾ സെൻട്രൽ പോലീസ് നടത്തുന്നുണ്ട്. എന്തായാലും ഇതിന്റെ വ്യാപ്തി വർദ്ധിക്കുന്നു എന്നുള്ളതാണ്. ഈ തട്ടിപ്പിന്റെ വ്യാപ്തി വർദ്ധിക്കുന്നു, അത് കോടികളുടെ തട്ടിപ്പ് എന്നുള്ളൊരു അനുമാനത്തിലേക്കാണ് ഇപ്പോൾ സെൻട്രൽ പോലീസ് എത്തുന്നത്. ഇതിൽ ഒരുപാട് പരാതിക്കാരുണ്ട്. 30-ലധികം പരാതികളാണ് ഇപ്പോൾ ഉള്ളത്. കോടികളുടെ തട്ടിപ്പ് നടന്ന വിഷയമാണ്. അപ്പോൾ ഇതിൽ കഞ്ചാവിൻ്റെ തട്ടിപ്പ്, മറ്റു ഉന്നതരിലേക്കുള്ള അന്വേഷണം, ഇതെങ്ങനെയാണ് ഇവർക്ക് ഇത്രയും അധികം വിശ്വാസം ആർജിക്കാൻ സാധിച്ചത് ശരൺ? അരുൺകുമാർ, പോലീസ് പറയുന്നത് നേരത്തെ ഇവർ യുക്രൈനിലാണ് MBBS ചെയ്തിരുന്നത്. അപ്പോൾ ഇവർ യുക്രൈനിൽ പോയി MBBS ചെയ്യുന്ന സമയം മുതൽ തന്നെ ആളുകളെ കൺവിൻസ് ചെയ്ത് തട്ടിപ്പിനിരയാക്കിയിരുന്നു എന്നുള്ളതാണ്. അവിടെ പല വിദ്യാർത്ഥികളും ഇത്തരത്തിൽ തട്ടിപ്പിനിരയായിരുന്നു എന്നുള്ളതാണ്. യുക്രൈനിൽ അടക്കം ജോലി വാഗ്ദാനം ചെയ്ത്, അതായത് UK-യിലും മറ്റ് ചില രാജ്യങ്ങളിലൊക്കെ ജോലി വാഗ്ദാനം ചെയ്താണ് ഇവർ തട്ടിപ്പ് നടത്തിയിരിക്കുന്നത്. പ്രധാനമായും ഇവരുടെ ഒരു മോഡസ് ഓപ്പറൻഡി എന്ന് പറയുന്നത് സോഷ്യൽ മീഡിയയിൽ പരസ്യം നൽകും. അങ്ങനെ പരസ്യത്തിൽ ആകർഷകരായി എത്തുന്ന ആളുകളെ കൃത്യമായി തന്നെ 2 വർഷത്തിനുള്ളിൽ തന്നെ ജോലി ലഭ്യമാക്കുമെന്ന് പറഞ്ഞ് കൺവിൻസ് ചെയ്യുന്നു. അതിനുശേഷം അവർ പണം നൽകുന്നു, ലക്ഷങ്ങൾ നൽകുന്നു. അങ്ങനെ 3 മുതൽ 5 ലക്ഷം വരെയൊക്കെയാണ് പലരും കൈമാറിയിരുന്നത്. അങ്ങനെ ലക്ഷങ്ങൾ കൈമാറിയതിന് പിന്നാലെ തന്നെ, ഇവരുടെ അക്കൗണ്ടിലേക്ക് കൈമാറിയതിന് പിന്നാലെ തന്നെ പാസ്പോർട്ട് അടക്കമുള്ള രേഖകൾ വേണമെന്ന് പറഞ്ഞുകൊണ്ട് പാസ്പോർട്ട് അടക്കമുള്ള രേഖകളും ശേഖരിക്കുന്നു. അതിനുശേഷം ഈ പാസ്പോർട്ട് അടക്കമുള്ള രേഖകൾ തിരിച്ചു നൽകാതെ ഭീഷണിപ്പെടുത്തുകയാണ് ഇവർ ചെയ്തിരുന്നത്. എന്തായാലും വളരെ വിദഗ്ധമായി തന്നെയാണ് ഇവർ ആളുകളെ തട്ടിപ്പിനിരയാക്കിയെന്നുള്ളതാണ് കണ്ടെത്തിയിരിക്കുന്നത്. പ്രത്യേകിച്ച് ഡോക്ടർ ആണെന്ന് പറഞ്ഞുകൊണ്ടുള്ളൊരു തട്ടിപ്പാണ് ഇവിടെ നടന്നിരിക്കുന്നത്. ഓക്കെ, എന്തായാലും ഇത്തരം തട്ടിപ്പുകാരെ സൂക്ഷിക്കുക എന്ന് മാത്രമേ പറയാനുള്ളൂ. ഞാൻ നോക്കുകയായിരുന്നു, ഇവരെങ്ങാനും വന്ന് നമ്മുടെ ചാനലുകളെ എങ്ങാനും അപ്രോച്ച് ചെയ്തിട്ടുണ്ടോ? കാര്യം ഇങ്ങനെയുള്ള ഒരുപാട് പേര് നമ്മുടെ സമൂഹത്തിലുണ്ട്. അവരൊക്കെ പരസ്യങ്ങൾ ചെയ്യാൻ വരും. ആ പരസ്യങ്ങളിലൊന്നും പോയി വീണു കൊടുക്കരുത്. പരസ്യങ്ങളിലുള്ള കണ്ടന്റുകളുടെ ഉത്തരവാദിത്വം തീർച്ചയായിട്ടും നിങ്ങൾ അവരുമായിട്ട് തന്നെ സംസാരിച്ച് തീർക്കുക. പരസ്യങ്ങളൊക്കെ തരാൻ വരുന്ന ആൾക്കാർ തട്ടിപ്പുകാരാണോ അല്ലയോ എങ്ങനെ നമ്മൾ തിരിച്ചറിയുമല്ലേ? അതൊരു പ്രധാനപ്പെട്ട പ്രശ്നം കൂടിയാണ്. എന്തായാലും നമ്മുടെ ചാനലിൽ ഇവരുടെ പരസ്യം പോയിട്ടില്ല. സമൂഹ മാധ്യമങ്ങളിലൂടെയാണ് ഇവർ പരസ്യം നൽകി ആളുകളെ തങ്ങളുടെ കെണിയിൽപ്പെടുത്തിയിരുന്നത് എന്നാണ്. ഇങ്ങനെയുള്ള ഒരുപാട് ഏജൻസികളുണ്ട്. ഫേക്ക് ഏജൻസികളാണ് പലരും. ആ ഏജൻസികളെയൊക്കെ പലപ്പോഴും ഈ പരസ്യത്തിനായി സമീപിക്കാറുമുണ്ട്. അതൊക്കെ പൂർണ്ണമായിട്ടും പ്രേക്ഷകർ അവരെ വിളിച്ച് പൂർണ്ണമായ ഉത്തരവാദിത്വത്തിൽ നിങ്ങൾ അന്വേഷിച്ചതിന് ശേഷം മാത്രമേ ഏതെങ്കിലും പണമിടപാടുകൾ നടത്താൻ പാടുള്ളൂ. ഇവരുടേതല്ല, ബാക്കി ഏത് സ്ഥാപനമാണെങ്കിലും ശരി. കോടികളുടെ തട്ടിപ്പാണ് ഇവർ നടത്തിയിരിക്കുന്നത് എന്നാണ്. അവർ യുക്രൈനിൽ പോയി പഠിച്ചു, തിരിച്ച് നാട്ടിൽ വന്നു, പിന്നെ ഇങ്ങനെ ഒരു തട്ടിപ്പ് സംഘം അങ്ങ് തുടങ്ങി. എന്തൊരു പേര് കിട്ടു, ടേക്ക് ഓഫ്, എന്തൊരു പേരാണെന്ന് ആലോചിച്ച് നോക്കിയേ. ഇപ്പോൾ ലാൻഡ് ചെയ്തിരിക്കുന്നത് ലഹരി കേസിലുമാണ്. ഇനി കുറച്ച് കാലത്ത് കിടക്കേണ്ടി വരും.